സിനിമാവസരം ആത്മവിശ്വാസമില്ലാത്തതിനാൽ വേണ്ടെന്ന് വെച്ച നടൻ പിന്നീട് സഹനടനായി അരങ്ങേറ്റം. ഒടുവിൽ ആദ്യ സിനിമ പുറത്തിറങ്ങിയപ്പോൾ നേരിട്ടത് പരിഹാസം മാത്രം. അഭിനയിക്കാൻ അറിയില്ലെന്നും നൃത്തം ചെയ്യാൻ കഴിവില്ലെന്നും തുടങ്ങിയ വിമർശനങ്ങൾ കേട്ടുമെടുത്ത ആ ചെറുപ്പക്കാരൻ ഇന്ന് കോളിവുഡിന്റെ നടിപ്പിൻ നായകനാണ്. അഭിനയത്തിലും വ്യത്യസ്തമായ സബ്ജക്റ്റുകളുടെ തെരഞ്ഞെടുപ്പിലും ഡാൻസിലും ഫിറ്റ്നസിലുമൊക്കെ ഒരുപോലെ ആരാധകരുടെ മനം കവർന്ന സൂര്യയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നടിപ്പിൻ നായകൻ സൂര്യയുടെ ജന്മദിനം ഇന്ന് ആഘോഷിക്കുകയാണ് സിനിമാ ലോകം. തമിഴ് നടൻ ശിവകുമാറിന്റെയും ലക്ഷ്മിയുടെയും മകനായ ശരവണൻ ശിവകുമാർ ബികോം പഠനത്തിന് ശേഷം തന്റെ പിതാവിന്റെ പേര് കമ്പനിയിലെ ബോസിന് മുന്നിൽ വെളിപ്പെടുത്താതെ ഒരു ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പിന്നീട് ബോസ് ആ സത്യം കണ്ടുപിടിക്കുന്നു. ശരവണൻ ജോലി പതിയെ നിർത്തുന്നു. അവിടെ നിന്നാണ് തമിഴിന്റെ അഭിമാനമായ സൂര്യ എന്ന നായകൻ ജനിക്കുന്നത്. വസന്ത് സംവിധാനം ചെയ്ത ആ എന്ന ചിത്രത്തിലാണ് സൂര്യയ്ക്ക് ആദ്യമായി അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. എന്നാൽ അഭിനയിക്കാനുള്ള ആത്മവിശ്വാസമില്ലാത്തതിനാൽ അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. 1997 സംവിധായകൻ മണിരത്നം നിർമ്മിച്ച നേർക്കുനേർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. വിജയ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ. മണിരത്നമാണ് ശരവണനെ സൂര്യയാക്കി മാറ്റിയത്. എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാനായിരുന്നു സൂര്യയുടെ വിധി. അഭിനയിക്കാൻ അറിയില്ലെന്നും നൃത്തം ചെയ്യാൻ കഴിവില്ലെന്നും തുടങ്ങിയ വിമർശനങ്ങൾ സൂര്യയ്ക്ക് കേൾക്കേണ്ടി വന്നു. പിന്നീട് വേഷമിട്ട ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ സൂര്യയുടെ കരിയർ അവസാനിച്ചുവെന്ന് പലരും വിധിയെഴുതി. എന്നാൽ 1999 പുറത്തിറങ്ങിയ പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രം സൂര്യയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി. വസന്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജ്യോതികയായിരുന്നു നായിക. ചിത്രത്തിലെ ഗാനങ്ങളും വലിയ ശ്രദ്ധ നേടി. ബാല സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ നന്ദയിലൂടെ മികച്ച നടനുള്ള തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം സൂര്യ തേടിയെത്തി. ഉന്നയി നിനൈത്ത്, ശ്രീ, മൗനം പേസിയതേ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഒരു നടനെന്ന നിലയിൽ അദ്ദേഹം തന്റേതായ വഴിവെട്ടി. ഗൗതം മേനോൻ സംവിധാനം ചെയ്ത കാക്ക കാക്ക എന്ന ആക്ഷൻ ത്രില്ലർ പോലീസ് വേഷം സൂര്യയെ താര പദവിയിലേക്ക് ഉയർത്തി. ബാലയുടെ സംവിധാനത്തിൽ വിക്രം നായകനായ പിതാമകനിലെ ശക്തി എന്ന കഥാപാത്രമായി എത്തിയപ്പോൾ ഒരു നടനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അസാമാന്യ പ്രകടനം പ്രേക്ഷകരെ ഞെട്ടിച്ചു. മണിരത്നം സംവിധാനം ചെയ്ത ആയുധ എഴുത്തിലെ മൈക്കിൾ വസന്ത് എന്ന കഥാപാത്രവും മികച്ച അഭിപ്രായം നേടി. എന്നാൽ സൂര്യ എന്ന ബ്രാൻഡ് പിറവിയെടുത്തത് AR മുരുകദോസ് സംവിധാനം ചെയ്ത ഗജനിയിലൂടെയായിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലും ഗജനി വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. ഗജനി വലിയ വിജയമാവുകയും സൂര്യയുടെ താരമൂല്യം കുത്തനെ ഉയരുകയും ചെയ്തു. സിലിണ്ടർ ഒരു കാതൽ, വാരണമായിരം, അയൻ, രക്തചരിത്ര, ഏഴാം അറിവ് തുടങ്ങിയ ചിത്രങ്ങൾ സൂര്യയുടെ കരിയറിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഗെറ്റപ്പുകൾ ട്രൈ ചെയ്യാനുള്ള സൂര്യയുടെ ധൈര്യം വളരെ ശ്രദ്ധേയമായത് ഈ ചിത്രങ്ങളിലൂടെ കൂടിയാണ്. സിംഗം 2ാം ഭാഗം മുതലാണ് സൂര്യയുടെ കരിയറിന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. സിനിമ വിജയമായിരുന്നെങ്കിലും സൂര്യ എന്ന നടനെ സ്നേഹിച്ച പ്രേക്ഷകർക്ക് അതൊരു വലിയ നിരാശയായിരുന്നു എന്ന അഭിപ്രായമായിരുന്നു. പിന്നീട് റിലീസ് ചെയ്ത അഞ്ചാൻ, മാസ്, താനാ ചേർന്ന കൂട്ടം, 24, NGK, കാപ്പൻ തുടങ്ങിയ ചിത്രങ്ങൾ ചിലത് വാണിജ്യപരമായി വിജയിച്ചുവെങ്കിലും ഒട്ടേറെ വിമർശനങ്ങൾക്കും വഴിവെച്ചു. എന്നാൽ നല്ല വിമർശനങ്ങളെ അവഗണിക്കുന്ന സ്വഭാവം സൂര്യയ്ക്കില്ല. പിന്നീടെത്തിയ സൂറൈ പോട്ടറിൽ നെടുമാരൻ എന്ന കഥാപാത്രമായി സൂര്യ അഭിനയിക്കുകയായിരുന്നില്ല, അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു. 25 വർഷം നീണ്ട ആ കരിയറിൽ ഒടുവിൽ സൂര്യയെ തേടി ദേശീയ പുരസ്കാരവും എത്തി. 2021 പുറത്തിറങ്ങിയ ജയ് ഭീം എന്ന ചിത്രവും നാഷണൽ ലെവലിൽ ശ്രദ്ധ നേടി. എന്നാൽ ഇപ്പോൾ സൂര്യ എന്ന നടനേക്കാൾ ഫാൻസ് ഉള്ളത് ലോകേഷ് കനകരാജിന്റെ മൾട്ടി സ്റ്റാർ ചിത്രം വിക്രത്തിലെ റോളക്സ് എന്ന കഥാപാത്രത്തിനാണ്. റോളക്സ് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം ഒട്ടും ചെറുതായിരുന്നില്ല. അതിഥിവേഷമായിട്ട് പോലും സൂര്യയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി റോളക്സ് തിളങ്ങുകയായിരുന്നു. നിലവിൽ ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയാണ് സൂര്യയുടേതായി എത്താൻ പോകുന്ന ചിത്രം. സൂര്യയുടെ കരിയറിലെ 42ാം ചിത്രമാണിത്.